ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ മോട്ടർ ഓഫ് ആയിരിക്കണം. ഇപ്പോൾ ഫിൽറ്റർ മോഡിലാണ്. ഫിൽറ്റർ മോഡിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ബാക്ക് വാഷ് മോഡിലേക്ക് ഇടുക. ബാക്ക് വാഷ് മോഡിലേക്ക് ഇട്ട ശേഷം മോട്ടർ ഓൺ ആക്കുക. അപ്പോൾ ഡ്രെയിൻ വഴി വെള്ളം പോകുന്നതായിരിക്കും. അഴുക്ക് വെള്ളം മാറി ക്ലിയർ വെള്ളം വരണം. ക്ലിയർ വെള്ളം 1-2 മിനിറ്റ് പോകണം. അതിനുശേഷം നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിട്ട് റിൻസിലേക്ക് ഇടുക. റിൻസിലിട്ട ശേഷം മോട്ടർ ഓൺ ആക്കുക. മോട്ടർ ഓൺ ആയി കഴിയുമ്പോൾ ഡ്രെയിൻ ലൈൻ വഴി വെള്ളം പോകുന്നുണ്ടാവും. ക്ലിയർ വെള്ളമായിരിക്കും പോവുക. അല്ലെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ തന്നെ അഴുക്ക് വെള്ളം പോയി ക്ലിയർ വെള്ളം വരണം. ക്ലിയർ വെള്ളം 1 or 2 മിനിറ്റ്സ് പോകണം. അതിനുശേഷം മോട്ടർ ഓഫ് ചെയ്യുക. ശേഷം ഫിൽറ്ററിലേക്ക് ഇടുക. ഇനി നമുക്ക് അയൺ റിമൂവറാണ്. അയൺ റിമൂവറിൽ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുക. മോട്ടർ ഓഫാണ്. ഈ ഫിൽറ്റർ മോഡിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ബാക്ക് വാഷിലേക്ക് ഇടുന്നു. ബാക്ക് വാഷിലേക്ക് ഇട്ട ശേഷം മോട്ടർ ഓൺ ആക്കുന്നു. മോട്ടർ ഓൺ ആയി കഴിയുമ്പോൾ ഡ്രെയിൻ വഴി അഴുക്ക് പോകുന്നതായിരിക്കും. അഴുക്ക് പോയി തെളിഞ്ഞ വെള്ളം വന്ന ശേഷം തെളിഞ്ഞ വെള്ളം 1-2 മിനിറ്റ് പോകണം. അതിനുശേഷം നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുക. മോട്ടർ ഓഫാക്കിയ ശേഷം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിന് തിരിച്ച് റിൻസ് മോഡിലേക്ക് ഇടുക. റിൻസ് മോഡിലിട്ട ശേഷം മോട്ടർ ഓൺ ആക്കുക. മോട്ടർ ഓൺ ആയി കഴിയുമ്പോൾ ഡ്രെയിൻ വഴി വെള്ളം പോകുന്നതായിരിക്കും. വെള്ളം പോയി തെളിഞ്ഞ വെള്ളം വന്ന് തെളിഞ്ഞ വെള്ളം 1-2 മിനിറ്റ് പോയ ശേഷം നമ്മൾ മോട്ടർ ഓഫാക്കിയിട്ട് ഫിൽറ്റർ മോഡിലേക്ക് ഇടുക. ഫിൽറ്റർ മോഡിൽ ഇട്ട ശേഷം നമ്മൾ അടുത്തതായിട്ട് കാർബൺ ഫിൽറ്ററാണ്. ആക്ടിവേറ്റ് കാർബൺ ഫിൽറ്റർ. കാർബൺ ഫിൽറ്റർ ഇപ്പോൾ ഫിൽറ്റർ മോഡിലാണ്. മോട്ടർ ഓഫാണ്. നമ്മൾ തിരിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ബാക്ക് വാഷിലേക്ക് ഇടുക. ബാക്ക് വാഷ് ഇട്ട ശേഷം മോട്ടർ ഓൺ ആക്കുക. മോട്ടർ ഓൺ ആയി കഴിയുമ്പോൾ ഡ്രെയിൻ വഴി വെള്ളം പോകുന്നതായിരിക്കും. അഴുക്ക് വെള്ളം പോയി തെളിഞ്ഞ വെള്ളം വരണം. തെളിഞ്ഞ വെള്ളം വന്ന ശേഷം നമ്മൾ 1-2 മിനിറ്റ് കളഞ്ഞ് നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുക. മോട്ടർ ഓഫ് ആക്കിയിട്ട് നമ്മൾ റിൻസ് മോഡിലേക്ക് ഇടുക. റിൻസ് മോഡിലിട്ട ശേഷം മോട്ടർ ഓൺ ആക്കുക. മോട്ടർ ഓൺ ആയി കഴിയുമ്പോൾ ഡ്രെയിൻ വഴി വെള്ളം പോകുന്നതായിരിക്കും. അപ്പോഴും ഈ ഡ്രെയിൻ വഴി അഴുക്ക് വെള്ളം പോയി തെളിഞ്ഞ വെള്ളം വന്ന ശേഷം തെളിഞ്ഞ വെള്ളം 1-2 മിനിറ്റ് പോകണം. അതിനുശേഷം നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുക. ശേഷം ഫിൽറ്റർ മോഡിലേക്ക് ഇടുക. അടുത്തായിട്ടുള്ളത് നമ്മുടെ സോഫ്റ്റ്നറാണ്. ഹാർഡ്നെസ് മാറാനായിട്ട്. ഇപ്പോൾ അത് ഉള്ളത് നിലവിൽ സർവീസ് മോഡിലാണ്. മറ്റ് മൂന്നും ഫിൽറ്റർ മോഡിലാണ്. സർവീസ് മോഡിൽ നിന്ന് നമ്മൾ മോട്ടർ ഓഫാണെന്ന് ഉറപ്പ് വരുത്തുക. നേരെ റിൻസിലേക്ക് ഇടുക. റിൻസിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഡ്രെയിൻ വഴി വെള്ളം പോകുന്നതായിരിക്കും. അത് 3 മിനിറ്റ്സോളം ആ വെള്ളം പോകണം. ആ വെള്ളം പോയി ക്ലിയർ വെള്ളം തന്നെ വരണം. അല്ലെങ്കിൽ ക്ലിയർ വെള്ളം വരുന്നവർ വെയിറ്റ് ചെയ്ത് ക്ലിയർ വെള്ളം വന്ന ശേഷം നമ്മൾ നേരെ മോട്ടർ ഓഫാക്കിയ ശേഷം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ബാക്ക് ടു സർവീസ് പൊസിഷനിലേക്ക് ഇടുക. ഇനി നമ്മൾ കാണേണ്ടത് സോഫ്റ്റ്നർ വെസൽ സർവീസ് മോഡിൽ 3rd വെസൽ, അതായത് കാർബൺ ഫിൽറ്റർ മോഡിൽ 2nd വെസൽ അയൺ റിമൂവർ ഫിൽറ്റർ മോഡിൽ 1st വെസൽ സാൻഡ് ഫിൽറ്റർ, അതും ഫിൽറ്റർ മോഡിലാണ്. ഈ പൊസിഷനിലാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ വെള്ളം ഫിൽറ്ററായിട്ട് ടാങ്കിലേക്ക് പോകുന്നതായിരിക്കും.